ലേബി സജീന്ദ്രൻ, നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ മുതൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ വിവിധയിടങ്ങളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, നവരാത്രി ആഘോഷത്തിൻ്റെ ഏറ്റവും വർണ്ണാഭമായ കാഴ്ച എന്ന് തന്നെ നമുക്ക് ബൊമ്മക്കുലുവിനെ പറയാൻ സാധിക്കും. ഹൈന്ദവ ഭവനങ്ങളിലേക്ക് ഇത്തരം ദേവീദേവന്മാരുടെ ബൊമ്മകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഏറ്റവും വർണ്ണാഭമായ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഒരു വർണ്ണ പകിട്ടുള്ള കാഴ്ച എന്ന് തന്നെ ഈ ബൊമ്മക്കുലു വയ്ക്കുന്നതിനെയും പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയിൽ ചിദംബരം നൃത്തവിദ്യാലയത്തിൽ ആണ് നിൽക്കുന്നത്. ഇവിടെ വേണുമാഷാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ പടിക്കെട്ടുകളിലായി സുജയ ദൃശ്യങ്ങളിൽ കാണാം, ഓരോ പടികളിലും ദേവീദേവന്മാരുടെ ബൊമ്മകൾ ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ്. അത് ഒറ്റ സംഖ്യയിലാണ്, 3, 5, 7, 9 അങ്ങനെ ഓരോ ഒറ്റ സംഖ്യയിലാണ് സാധാരണ പടികൾ ക്രമീകരിക്കുക. ഇവിടെ 9 പടികളിലായാണ് ദേവീദേവന്മാരുടെ ബൊമ്മകളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ച് വച്ചിരിക്കുന്നത്. വേണുമാഷിനോട് തന്നെ ഈ ബൊമ്മ ഒരുക്കുന്നതിന് ഒരുപാട് ആചാരപരമായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ചോദിക്കാം, മാഷ, ഇത്തരത്തിൽ ഇതിനൊക്കെ ഈ ബൊമ്മകൾ ഇങ്ങനെ ഓരോ പടിക്കെട്ടിലും വയ്ക്കുന്നതിന് എന്താണ് ഇതിൻ്റെ ആചാരപരമായ പ്രത്യേകത എന്തൊക്കെയാണ്? തമിഴ് പുകളിൽ നിന്നാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. തമിഴ് പുകളിൽ നിന്നാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ലക്ഷണശാസ്ത്രങ്ങൾ ബേസിക് ടെക്സ്റ്റ് മുഖാന്തരം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഒന്നുകിൽ ഒരു തട്ടായിരിക്കണം, 3 തട്ടായിരിക്കണം, 5 തട്ടായിരിക്കണം, 7 തട്ടായിരിക്കണം. ആദ്യം ഗണപതി വെച്ച് കഴിഞ്ഞാൽ എല്ലാ തട്ടുകളിലും ദേവി സരസ്വതിയുടെ വിവിധ ഭാവങ്ങൾ കാണിക്കണമെന്ന്. തുടക്കം വെള്ളി വിളക്കിൻ്റെ മുന്നിൽ അരയന്നത്തിൽ പോകുന്ന ഗണപതി, പിന്നെ ഓരോ താമരയിലുള്ള ഗണപതി, അങ്ങനെ ഒരു വ്യത്യാസപ്പെടുത്തി ഉള്ള രീതിയിലാണ്. പിന്നെ മറ്റു ദേവന്മാരും ഉപദേവന്മാരും നവഗ്രഹങ്ങൾ സ്റ്റോറീസ് കൊണ്ടുപോകുന്ന പല ഐഡൽസ്, ഇതിനൊക്കെ ഓരോ കഥകളുമുണ്ടല്ലോ. കഥകളുണ്ട്. ഇപ്പം കഥകൾ നവഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്, രാവണനും ഹനുമാനും വെച്ചിട്ടുണ്ട്, പൂതനാമോഷം വെച്ചിട്ടുണ്ട്, പഞ്ചപാണ്ഡവന്മാർ വെച്ചിട്ടുണ്ട്. മുകളിലത്തെ തട്ടെല്ലാം ഇൻകർണേഷൻസ് ഓഫ് ദേവിയാണ്. നവശക്തികൾ, അഷ്ടലക്ഷ്മി, അഗസ്ത്യമുനിമാർ, അങ്ങനെ ഓരോ തട്ടിലും വിവിധ കഥകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള കഥകളുള്ള ഐഡൽസാണ്. ദശാവതാരം, അങ്ങനെ ഓരോ രീതിയിലും പ്രത്യേക രീതിയിലുള്ള ഇതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. സുജയ, ഒന്നുകൂടി നമ്മുടെ കുറേ കുഞ്ഞുമക്കളൊക്കെ ഈ ബൊമ്മക്കുലു കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഇതറിയാമോ? ബൊമ്മക്കുലു എന്താന്നൊക്കെ അറിയാമോ? മാഷ് പറഞ്ഞു തന്നുമില്ല ഉണ്ടോ? ബൊമ്മക്കുലു നവരാത്രി ആഘോഷം ഇവിടെ തുടങ്ങിയെന്ന് തന്നെ പറയാൻ സാധിക്കും. വേണുമാഷാകട്ടെ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഭരതനാട്യം HOD കൂടിയായിരുന്ന ആളാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഇതിനെ ആധികാരികമായി പറയാൻ സാധിക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇതിലെ 3 സുജയ്ക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതിൽ ഈ 9 ദിവസങ്ങളും, സാധാരണ ഇന്ന് ദിവസം ഇത്തവണ കൂടിയിട്ടുണ്ടെങ്കിലും സാധാരണ 9 ദിവസങ്ങൾ ഈ നവരാത്രി ആഘോഷത്തിന് ബൊമ്മക്കുലു വയ്ക്കുന്നതിന് ഓരോ പ്രാധാന്യമുണ്ട്. ആദ്യത്തെ ഈ ബൊമ്മക്കുലുവിൻ്റെ ആദ്യ 3 ദിവസങ്ങളിൽ ദുർഗയ്ക്കും, പിന്നീടുള്ള 3 ദിവസങ്ങളിൽ ലക്ഷ്മിക്കും, പിന്നീടുള്ള 3 ദിവസങ്ങളിൽ സരസ്വതിക്കും, അങ്ങനെയാണ് കൂടുതലായി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. ഏതായാലും വളരെ ആദരവോടുകൂടിയാണ്, വളരെ വിശ്വാസപൂർവ്വമാണ് ബൊമ്മക്കുലുക്കളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഹൈന്ദവ ഭവനങ്ങളിൽ. ഇനി നവരാത്രിയുടെ ആഘോഷം തുടങ്ങുകയായി സുജയ.